നമസ്കാരം പ്രിയമുള്ളവരെ, ഇന്ന് ജൂലൈ മാസം 2-ാം തീയതി സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന 51 ലക്ഷത്തോളം വരുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, അതായത് വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, ഭിന്നശേഷി പെൻഷൻ സഹായങ്ങൾ, അവിവാഹിതരായിട്ടുള്ള സ്ത്രീകൾക്ക് ലഭിക്കുന്ന പെൻഷൻ സഹായം, കർഷക തൊഴിലാളി പെൻഷൻ സഹായങ്ങൾ. അപ്പോൾ ഈ രീതിയിലുള്ളവർക്ക് പ്രധാനമായിട്ടും ബാധിക്കുന്ന ജൂലൈ മാസത്തെ കാര്യങ്ങളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകുകയുള്ളൂ. ഇതിലേറ്റവും ആദ്യത്തേത് പ്രധാന അറിയിപ്പ് ക്ഷേമ പെൻഷൻ തുകയുടെ വർധനവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സൂചനകൾ ഉണ്ടോ എന്നാണ്. അതായത് സർക്കാരിൻ്റെ പുതിയ അറിയിപ്പ് അനുസരിച്ച് നിലവിൽ ഈ സർക്കാർ നടപ്പിലാക്കാൻ പോകുന്ന ജനക്ഷേമ പദ്ധതികൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടാണ് ക്ഷേമ പെൻഷനെ പരിഗണിക്കുന്നത്. അതുമാത്രവുമല്ല, ഈ സർക്കാരിൻ്റെ ഏറ്റവും കൂടുതൽ വിജയത്തിലേക്ക് നയിച്ച ഒരു പ്രധാന ഘടകവും ക്ഷേമ പെൻഷൻ തുകയുടെ അടിസ്ഥാന നിരക്ക് 3000 രൂപയാക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഇത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണമാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും നടക്കുന്നത് എന്നിപ്പോൾ തന്നെ സർക്കാർ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു വർഷത്തിൽ തന്നെ ചിലപ്പോൾ ഈ ഒരു ക്ഷേമ പെൻഷൻ്റെ വർധനവ് ഉണ്ടായിരിക്കാം. അത് പടിപടിയായിട്ട് ഉയർത്തുന്ന സംവിധാനമല്ല സർക്കാർ ആലോചിക്കുന്നത്. അത് ഒറ്റയടിക്ക് തന്നെ, അതായത് നിലവിലുള്ള 2000-ൽ നിന്നും 1000 രൂപയുടെ ഒരു വർധനവ്, പിന്നീട് 3000 രൂപ വീതമായിരിക്കും പെൻഷൻ തുകയായിട്ട് നമുക്ക് ലഭിക്കുന്നതും. ആ രീതിയിൽ തന്നെ പദ്ധതി മുമ്പോട്ട് കൊണ്ടുപോകുന്ന രീതിയിലാണ് സർക്കാർ ഇപ്പോൾ ആലോചിക്കുന്നത്. അതുമാത്രമല്ല, ഇതിനെ സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ തന്നെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും നടപടികൾ ആരംഭിച്ചു എന്നും മന്ത്രിസഭയിൽ സർക്കാർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റിയുള്ള എല്ലാ നടപടികളും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചിട്ടുണ്ട് എന്നും നിയമസഭയിൽ സർക്കാർ മറുപടി നൽകിയിട്ടുണ്ട്. രണ്ടാമത്തേതായിട്ട് പെൻഷൻ വാങ്ങുന്നവർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വാർഷിക മസ്റ്ററിങ്ങിനെ സംബന്ധിച്ചാണ്. ഒരുപാട് ആളുകൾ വാർഷിക മസ്റ്ററിങ് ആയിട്ടുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മളോട് ചോദിക്കുന്നുണ്ട്. നിലവിൽ സംസ്ഥാന സർക്കാരിൻ്റെ വാർഷിക മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ ഒന്നും തന്നെ വന്നിട്ടില്ല. എല്ലാ വർഷവുമുള്ള പ്രക്രിയയാണ് വാർഷിക മസ്റ്ററിങ്. അത് അക്ഷയ കേന്ദ്രങ്ങൾ വഴി ബയോമെട്രിക് അപ്ഡേഷൻ നടത്തി പെൻഷൻ ഗുണഭോക്താവ് ജീവിച്ചിരിപ്പുണ്ടെന്ന് സർക്കാരിൻ്റെ അറിയിക്കുന്നൊരു പ്രക്രിയയാണ്. അത് ഈ വർഷവും തടസ്സമില്ലാതെ തന്നെ തുടരും. എന്നാൽ ഓഗസ്റ്റ് മാസങ്ങൾക്കൊക്കെ, അല്ലെങ്കിൽ ഓഗസ്റ്റ് മാസത്തോടൊക്കെ ആയിരിക്കും നിലവിൽ ഈ പദ്ധതി അല്ലെങ്കിൽ നിലവിൽ ഈ പ്രക്രിയ ആരംഭിക്കുക. നിലവിൽ ഇതിനെ സംബന്ധിച്ച് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അറിയിപ്പ് വന്നിട്ടില്ല. എന്തെങ്കിലും രീതിയിൽ ഇത് സംബന്ധിച്ചുള്ള സൂചനകൾ ലഭിക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് തന്നെ നമ്മുടെ ചാനൽ വഴി തന്നെ ഈ കാര്യങ്ങൾ അറിയിക്കുന്നതുമായിരിക്കും. മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സർക്കാരിൻ്റെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കളിലെ പഴയ പെൻഷൻ ഗുണഭോക്താക്കൾ, അതായത് വർഷങ്ങൾക്ക് മുമ്പ് തൊട്ട് പെൻഷൻ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നവർ, അങ്ങനെയുള്ളവർ ആക്റ്റീവായിട്ടുള്ള മൊബൈൽ നമ്പർ ചിലപ്പോൾ കൊടുത്തിട്ടുണ്ടാകില്ല. ഇപ്പോൾ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ മൊബൈൽ നമ്പർ അപ്ഡേഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ വരുന്നുണ്ട്. വാർഡ് മെമ്പർ നമ്മളോട് ഈ കാര്യങ്ങൾ ഒരുപക്ഷെ പറയും. അത് ആ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യാത്ത ഗുണഭോക്താക്കളാണ് ലിങ്ക് ചെയ്യേണ്ടത്. അവരുടെ ആക്റ്റീവായിട്ടുള്ള ഒരു മൊബൈൽ നമ്പർ പഞ്ചായത്തിൽ അല്ലെങ്കിൽ വാർഡ് മെമ്പറുടെ പക്കൽ ഏൽപ്പിക്കുകയാണ് വേണ്ടത്. അങ്ങനെയുള്ളവരുടെ ലിസ്റ്റ് പഞ്ചായത്തുകൾ പ്രത്യേകം തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിലുള്ള അറിയിപ്പുകൾ ലഭിക്കുന്നവർ മാത്രം അവരുടെ മൊബൈൽ നമ്പർ അപ്ഡേഷൻ ചെയ്യുന്ന കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കൾ എന്തെങ്കിലുമൊക്കെ രേഖകൾ കൊടുക്കേണ്ടതായിട്ടുണ്ടോ എന്നും ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു. നിലവിൽ അത്തരത്തിലുള്ള പുതിയ അറിയിപ്പുകളൊന്നും തന്നെയില്ല. വാർഷിക മസ്റ്ററിങ് മാത്രമാണ് ഇനി നമ്മൾ ചെയ്യാനുള്ള ഒരു കാര്യം. അതിനെ സംബന്ധിച്ചുള്ള അറിയിപ്പുകൾ സർക്കാർ പിന്നീട് നൽകുന്നതാണ്. എന്നാൽ വരുമാന സർട്ടിഫിക്കറ്റ്, നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ്, ഇങ്ങനെയുള്ള പല ഡോക്യുമെൻറ്റുകൾ നിലവിൽ എല്ലാവരോടും സമർപ്പിക്കാൻ പറഞ്ഞിട്ടില്ല. അത് ചിലരോട് മാത്രം ആവശ്യപ്പെട്ടിരുന്നു. അങ്ങനെയുള്ളവർ സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂൺ മാസം 30 ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇനിയും കൊടുക്കാത്തവർ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. എന്നാണോ ഇനി അത് അവർ കൊടുക്കുക, അങ്ങനെ ആ അറിയിപ്പ് ലഭിച്ചിട്ടുള്ളവർ കൊടുക്കുന്നത്. അതിനുശേഷം മാത്രമേ അവർക്ക് പെൻഷൻ ഫണ്ട് റിലീസ് ചെയ്യുകയുള്ളൂ. നിലവിൽ 2-3 മാസങ്ങളൊക്കെ വൈകിയിട്ടുണ്ട് എങ്കിലും 2-3 മാസത്തെ പെൻഷൻ നമുക്ക് തടസ്സപ്പെടും എന്നർത്ഥം. എത്ര വൈകുന്നു അതനുസരിച്ച് നമുക്ക് പെൻഷൻ തുക നിലവിൽ സർക്കാർ വിതരണം ചെയ്തത് എത്രയാണോ അത്രയും ഗഡുക്കളുടെ തടസ്സപ്പെടും. പെൻഷൻ ഗുണഭോക്താക്കൾ ഈ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇത് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് കൂടിയുണ്ട്. കേരള കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയുടെ 2026 ഏറ്റവും പുതിയ അപ്ഡേറ്റുകളും കൂടി വിവരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ വീണ്ടും നമ്മൾ ഷെയർ ചെയ്യുന്നത്. ദാരിദ്ര്യ രേഖയ്ക്ക് മുകളിലും താഴെയുമുള്ള കുടുംബങ്ങൾക്ക് ഗുരുതര രോഗങ്ങൾക്ക് സാമ്പത്തിക ഭാരമില്ലാതെ തന്നെ ചികിത്സ ലഭ്യമാകുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി പ്രവർത്തിക്കുന്നത്. 2026 വന്ന പുതിയ ചികിത്സാ പാക്കേജുകൾ, പ്രീമിയം നിരക്കിൽ മാറ്റങ്ങൾ, ഡിജിറ്റൽ KYC, ടെലി മെഡിസിൻ, 650-ലധികം എംപാനൽ ആശുപത്രികൾ, 6 മണിക്കൂറിനുള്ളിൽ പ്രീ ഓതറൈസേഷൻ, ഇനിയും ആർക്കൊക്കെ അപേക്ഷിക്കാം, എത്ര തീയതി മുതൽ അപേക്ഷ സ്റ്റാർട്ട് ചെയ്യും തുടങ്ങിയ വിശദ വിവരങ്ങൾ നമുക്കിന്ന് പരിശോധിക്കാം. ഈ പദ്ധതി മനസ്സിലാക്കി പരമാവധി ആനുകൂല്യം നേടാൻ നിങ്ങളെ സഹായിക്കും. അതിനാൽ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. ഇതുപോലുള്ള അപ്ഡേറ്റുകൾ ദിനം പ്രതി ലഭിക്കാനായിട്ട് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറക്കരുത്. കാണുന്നവർ
പേജ് ഒന്ന് ഫോളോ കൂടി ചെയ്യുക. ആരോഗ്യ സുരക്ഷാ പദ്ധതിയിൽ ആരൊക്കെ അപേക്ഷിക്കാം എന്നതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് കാര്യം. പദ്ധതിയിൽ 2 പ്രധാന വിഭാഗമുണ്ട്. ഒന്നാമത്തേത് ഭാഗം കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി അഥവാ BPL വിഭാഗം. കേരളത്തിലെ BPL റേഷൻ കാർഡുള്ള എല്ലാ കുടുംബങ്ങളും ഈ വിഭാഗത്തിൽ സ്വാഭാവിക അംഗങ്ങളാണ്. അവർ പ്രത്യേകം അപേക്ഷ നൽകേണ്ടതില്ല. റേഷൻ കാർഡ് വിവരങ്ങൾ സാമൂഹ്യ സുരക്ഷാ മിഷൻ്റെ ഡേറ്റാബേസിൽ സ്വമേധയാ ചേർക്കും. പഞ്ചായത്ത് അല്ലെങ്കിൽ താലൂക്ക് ആശുപത്രി വഴി കാരുണ്യ കാർഡ് ലഭിക്കും. BPL കാർഡ് പുതിയതായി കിട്ടുന്നവർക്ക് കാർഡ് കിട്ടിയ ഉടൻ തന്നെ കാരുണ്യ അംഗം സജീവമാകും. രണ്ടാമത്തേത് വിഭാഗം കാരുണ്യ പ്ലസ് വിഭാഗമാണ്. APL റേഷൻ കാർഡുള്ള കുടുംബങ്ങൾ BPL കാർഡ് ഇല്ലാത്ത പക്ഷം വാർഷിക വരുമാനം 3 ലക്ഷം രൂപയിൽ താഴെയുള്ള കുടുംബങ്ങൾ, സംഘടിത അസംഘടിത മേഖലകളിൽ തൊഴിലാളികൾ, ചെറുകിട കർഷക കുടുംബശ്രീ അംഗങ്ങൾ എന്നിവർക്ക് കാരുണ്യ പ്ലസിൽ അപേക്ഷിക്കാം. വാർഷിക പ്രീമിയം അടച്ച് അംഗമാകുന്ന പദ്ധതിയാണിത്. 2026 ജനുവരി മുതൽ പ്രീമിയം നിരക്ക് ചെറിയ മാറ്റം വന്നിട്ടുണ്ട്. 1 മുതൽ 3 അംഗമുള്ള കുടുംബത്തിന് വാർഷിക പ്രീമിയം 800 രൂപ, 4 മുതൽ 5 അംഗമുള്ളവർക്ക് 1100 രൂപയും 6 അംഗങ്ങൾക്ക് മുകളിൽ 1300 രൂപയും പ്രീമിയം അടച്ചാൽ ഉടൻ തന്നെ കവറേജ് സജീവമാകും. കാത്തിരിപ്പ് കാലയളവില്ല. ഇനിയും യോഗ്യതാ മാനദണ്ഡങ്ങൾ പരിശോധിക്കാം. ഒന്നാമത്തേത് മാനദണ്ഡം കേരളത്തിൽ സ്ഥിരതാമസം ഉണ്ടായിരിക്കണം. ആധാർ കാർഡിൽ കേരള വിലാസം ഉണ്ടെങ്കിൽ മതി. രണ്ടാമത്തേത് മാനദണ്ഡം കുടുംബത്തിൻ്റെ വാർഷിക വരുമാനം 3 ലക്ഷം രൂപയിൽ താഴെയായിരിക്കണം. വില്ലേജ് ഓഫീസറിൽ നിന്നും വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. BPL കാർഡുള്ളവർക്ക് വരുമാന സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. മൂന്നാമത്തെ മാനദണ്ഡം കുടുംബത്തിൽ ആരും സർക്കാർ ജോലിയോ പൊതുമേഖലാ സ്ഥാപനങ്ങളിലോ സ്ഥിര ജോലി ചെയ്യുന്നവർ ആകാൻ പാടില്ല. കരാർ ജോലിയുള്ളവർക്ക് ഇളവുണ്ട്. നാലാമത്തെ മാനദണ്ഡം ആദായ നികുതി അടയ്ക്കുന്നവർക്ക് ആകാൻ പാടില്ല. പാൻ കാർഡുള്ളവർക്കും ആദായ നികുതി റിട്ടേൺ ഫയൽ ചെയ്യുന്നവർക്കും കാരുണ്യ പ്ലസ് ലഭിക്കില്ല. കൂടുതൽ സർക്കാർ അറിയിപ്പുകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.